അപ്പം നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്റർ 23 സബ്സ്പേസസ്. അപ്പം നമ്മൾ വെക്ടർ സ്പേസ് പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതൊക്കെ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ. അപ്പം അതായത് എ ഈക്വൽ ടു A1i പ്ലസ് A2j പ്ലസ് A3kയും ബി ഈക്വൽ ടു B1i പ്ലസ് B2j പ്ലസ് B3k ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഐയുടെ കമ്പോണൻറ്റ് സിമ്പിൾ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കമ്പോണൻറ്റ് സിമ്പിൾ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെ കമ്പോണൻറ്റ് സിമ്പിൾ മൾട്ടിപ്ലൈ ചെയ്യുക. n ടപ്പിൾസ് ആയാലും ഇതേ രീതിയിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. ഓക്കെ, പിന്നെ പഠിച്ചു വെക്ടർ സ്പേസ്. വെക്ടർ സ്പേസ് എന്ന് വെച്ചാൽ എന്താ, ഒരു നോൺ എംപ്റ്റി സെറ്റ് വി എ വെക്ടർ സ്പേസ് എന്ന് വിളിക്കണമെങ്കിൽ അത് വെക്ടർ അഡിഷന്റെ 5 പ്രോപ്പർട്ടീസും, വെക്ടർ മീൻസ് അതിനകത്ത് എലമെന്റ്സ് ആണ് വെക്ടർ, വെക്ടർ അഡിഷന്റെയും അതേപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെ, സ്കെയിലാർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പറോ എന്തെങ്കിലും ആകാം, അങ്ങനെയുള്ള സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ടോട്ടൽ ഈ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ സ്പേസ്. ഈ 10 പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും അതെന്തല്ല, വെക്ടർ സ്പേസ് അല്ല എന്ന് പറയാം. ഓക്കെ, വെക്ടർ സ്പേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് മാത്രം ചെയ്താൽ മതി. ക്ലിയർ ആയോ? വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഈ 10 എണ്ണം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെല്ലാം ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചാപ്റ്റർ 23 സബ്സ്പേസസ്. അപ്പം എന്താണ് സബ്സ്പേസസ് എന്ന് നോക്കിക്കേ. If V is a vector space, there are certain subset of V called a subspace which are again vector spaces with the same algebraic operations. അതായത് സബ്സ്പേസ്, ഇപ്പം V ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പം V ഒരു വെക്ടർ സ്പേസ് ആണ്. എ നോൺ എംപ്റ്റി സബ്സെറ്റ് W of V is a subspace of V if W itself is a vector space under the operations of vector addition and scalar multiplication already defined in V. അതായത് ഈ ഡെഫിനിഷൻ വായിച്ച പോലെ ഒന്നുമല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം വി ഒരു വെക്ടർ സ്പേസ് ആണ്. ഓൾറെഡി വി വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് W എന്ന് വെച്ചാൽ. സബ്സെറ്റ് എന്ന് വെച്ചാൽ എന്താ, ഈ വെക്ടർ സ്പേസിലെ എലമെന്റ്സ് കൊണ്ട് ഫോം ചെയ്യുന്ന ഒരു സെറ്റ്. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു 5 എലമെന്റ് ഉള്ള ഒരു സെറ്റ് എന്ന് എടുത്തു. അപ്പോൾ വി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ A1 A2 A3 A4 A5 അങ്ങനെയാണ് വി. അങ്ങനെയാണെങ്കിൽ W എൻ്റെ സബ്സെറ്റ് എന്ന് വെച്ചാൽ ഈ വിയിലെ A1 A2 A3 A4 A5 5 എലമെന്റ്. ഇതിനകത്ത് ഏതെങ്കിലും കുറച്ച് എലമെന്റ് എടുത്ത് ഒരു സെറ്റ് ഫോം ചെയ്യുന്നു. അതായത് W ഈസ് ഈക്വൽ ടു A1 A2 അല്ലെങ്കിൽ W ഈക്വൽ ടു A4 A5 അങ്ങനെ എടുത്തു, അല്ലെങ്കിൽ A1 A2 A3 അങ്ങനെ ഈ വിയിലെ കുറച്ച് എലമെന്റ് കൊണ്ട് ഒരു സെറ്റ് ഫോം ചെയ്യുന്നു. അതിനെയാണ് അതിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നോക്കിക്കോ. അപ്പം വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ്, നോൺ എംപ്റ്റി ആയിരിക്കണം, ഒന്നുമില്ലാത്ത സെറ്റ് എടുത്തിട്ട് സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഡബ്ല്യുവിനെ ഈ വിയുടെ ഈ വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് എന്ന് വിളിക്കണമെങ്കിൽ ഈ W എന്ന് പറയുന്ന നമ്മൾ എടുത്ത സബ്സെറ്റ് എന്തായിരിക്കണം, എഗെയിൻ ഒരു വെക്ടർ സ്പേസ് ആയിരിക്കണം. ഈ 10 വെക്ടർ സ്പേസിന്റെ 10 പ്രോപ്പർട്ടി ഈ ഡബ്ല്യുവിലെ എലമെന്റ്സും എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അണ്ടർ ദി സെയിം ഓപ്പറേഷൻസ് ഓൺ വി. അതായത് വിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെക്ടർ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്യുമല്ലോ. ഇന്നതാണ് വെക്ടർ അഡീഷൻ, ഇന്നതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ആ സെറ്റിൽ ആ സെയിം വെക്ടർ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വെച്ച് തന്നെ ഡബ്ല്യുവിലെ എലമെന്റ്സിനും എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ഈ 10 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ 10 പ്രോപ്പർട്ടി W സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഡബ്ല്യുവിനെ എന്തെന്ന് വിളിക്കാം, സബ്സ്പേസ് ഓഫ് വി എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കിയ ഡെഫിനിഷൻ. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ്. A non-empty subset W of V is a subspace of V if W itself is a vector space under the operations of vector addition and scalar multiplication already defined in V. Okay. അപ്പം വിയുടെ ഒരു സബ്സെറ്റായ W സബ്സ്പേസ് എന്ന് വിളിക്കണമെങ്കിൽ W എന്ത് തന്നെ ആയിരിക്കണം, ഇറ്റ്സെൽഫ് ഈസ് എ വെക്ടർ സ്പേസ് ആയിരിക്കണം അല്ലേ. അതായത് ഡബ്ല്യുവിലെ എലമെന്റ്സും എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ഈ വെക്ടർ സ്പേസിന്റെ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഒരു സബ്സ്പേസ് ആണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അപ്പം അതെന്താന്ന് നോക്കിക്കേ. തിയറം 1. അപ്പം ക്രൈറ്റീരിയ ഫോർ എ സബ്സ്പേസ്, എളുപ്പത്തിൽ സബ്സ്പേസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം. എ നോൺ എംപ്റ്റി സബ്സെറ്റ്
A non-empty subset W of a vector space V is a subspace of V if and only if W is closed under vector addition and scalar multiplication defined on V. അതായത് ഒരു വെക്ടർ സ്പേസ് വിയുടെ സബ്സ്പേസ് ആണ് a vector space V is a ഇത് W ആണ്. A vector space W ആണ്. A vector space W is a subspace of V. അപ്പോൾ ഡബ്ല്യുവിനെ സബ്സ്പേസ് ഓഫ് വി എന്ന് വിളിക്കണമെങ്കിൽ അത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. എക്സും വൈയും ഡബ്ല്യുവിലെ എലമെന്റ് ആണെങ്കിൽ ശ്രദ്ധിച്ചോണം, എക്സും വൈയും ഡബ്ല്യുവിലെ എലമെന്റ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എവിടുത്തെ എലമെന്റ് ആയിരിക്കണം? ഡബ്ല്യുവിലെ എലമെന്റ് ആയിരിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി വെക്ടർ അഡീഷനിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞില്ലേ, ക്ലോഷർ പ്രോപ്പർട്ടി. എക്സും വൈയും ഡബ്ല്യുവിൽ ഉണ്ടെങ്കിൽ അതിന് തമ്മിലുള്ള സമ്മും ഡബ്ല്യുവിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി. എക്സ് ഡബ്ല്യുയിലുണ്ട്, കെ ഒരു സ്കേലാർ ആണ്, ദെൻ കെ എക്സ് എവിടെ കാണണം? ഡബ്ല്യുയിൽ കാണണം. അപ്പം ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ആ ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണെന്ന്. ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ എന്താണ്, ഇഫ് വി ഈസ് എനി വെക്ടർ സ്പേസ് ദെൻ വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി, ദെൻ എക്സ് വൈ ആർ ഇൻ വി, ദെൻ എക്സ് പ്ലസ് വൈ ഈസ് ഇൻ വി. അപ്പം വി തന്നെ എടുത്തു. അപ്പം നമ്മളൊരു വെക്ടർ സ്പേസ് വി എടുത്തു. അപ്പം വി തന്നെ ഒരു സബ്സ്പേസ് ആവാം. അതെങ്ങനെയാണെന്ന് നോക്കിയേ. വി തന്നെ ഒരു സബ്സ്പേസ് ആവണമെങ്കിലോ അപ്പോൾ വിക്കകത്ത് A1 A2 എക്സെട്രാ AN എലമെന്റ് ഉണ്ട്. ദെൻ വിയെ നമുക്ക് വി എന്ത് ചെയ്യും? വിയുടെ ഈ 10 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് എക്സും വൈയും വി തന്നെ ഉണ്ട്, ദെൻ എക്സ് പ്ലസ് വൈയും വിയിലുണ്ട് അല്ലേ. എക്സ് വിയിലുണ്ട്, ദെൻ കെ ഇൻ സ്കേലാർ ആണ്, ദെൻ കെ എക്സ് ഇൻ വി. ക്രൈറ്റീരിയ ഫോർ സബ്സ്പേസ് ഈ വെക്ടർ സ്പേസും സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ വെക്ടർ സ്പേസ് ഇറ്റ്സെൽഫ് ഈസ് എ സബ്സ്പേസ്. വെക്ടർ സ്പേസ് വി തന്നെ എന്താണ്? ഒരു സബ്സ്പേസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് സീറോ സബ്സ്പേസ് നോക്കാം. അപ്പം സെറ്റ് 0 എന്ന് എടുത്തു. അപ്പോൾ നമുക്കറിയാം ഏതൊരു വെക്ടർ സ്പേസിലും നോർമൽ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ആണെങ്കിൽ 0 അതിനകത്ത് കണ്ടേക്കും, 0 വെക്ടർ ആയിട്ട് അല്ലേ. അപ്പം നോക്കിക്കേ, 0 എടുത്തു. വെക്ടർ സ്പേസ് ആകാനുള്ള സബ്സ്പേസ് ആകാനുള്ള കണ്ടീഷൻ എന്താ? ഈ സെറ്റിലെ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന സെറ്റ്. ഈ സെറ്റിലെ എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മൂന്നാമത്തെ എലമെന്റ് ഇത് തന്നെ കിട്ടണം. ഇതിനകത്ത് എലമെന്റ് എന്ന് വെച്ചാൽ അതാ 0 ഉള്ളൂ. ദെൻ 0 + 0 is 0. അതെവിടെ ഉണ്ട്? ഇതിനകത്തുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ? k ഇൻറ്റു 0 is 0. ദെൻ അതും അതിനകത്തുണ്ട്, 0യിലുണ്ട്. ദെർഫോർ ഈ സെറ്റ് 0 എന്താണെന്ന് പറയാം? സബ്സ്പേസ് ആണെന്ന് പറയാം. അതായത് ഫോർ എനി വെക്ടർ സ്പേസ് വി, ഏതൊരു വെക്ടർ സ്പേസ് എടുത്താലും അതേ വെക്ടർ സ്പേസ്, ആ സെയിം വെക്ടർ സ്പേസ് വിയും സെറ്റ് 0യും എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് വി ആണ്, വിയുടെ സബ്സ്പേസ് ആണ്. ക്ലിയർ ആയോ? അപ്പം സബ്സ്പേസ് എന്താന്ന് പഠിച്ചു. സബ്സ്പേസ് എന്ന് വെച്ചാൽ എന്താ? സബ്സ്പേസ് പ്രൂവ് ചെയ്യാനുള്ളത് ഒരു കാര്യവും കൂടെ. ഇപ്പം നമ്മൾ ഇനിയിപ്പം നിങ്ങൾ ചെയ്യുമ്പം സബ്സ്പേസ് ആണോ എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ചെയ്യണ്ടേ? എക്സ് പ്ലസ് വൈ കെ എക്സ്. ഇതിനെ ഈ രണ്ട് കണ്ടീഷനെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരം ഒരുമിച്ച് അങ്ങ് എഴുതാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അതായത് കെ എക്സ് ചെയ്യണ്ടേ, ദെൻ കെ എക്സ് പ്ലസ് വൈ. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഇപ്പം ഡബ്ല്യുവിലാണ് സബ്സ്പേസ് ആണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടുള്ളത്. ഡബ്ല്യുവിൽ രണ്ട് എലമെന്റ് എടുക്കുക, എക്സും വൈയും. ഒരു സ്കെയിലാർ കെ എടുക്കുക. ദെൻ കെ എക്സ് പ്ലസ് വൈ ചെയ്യുക, കെ എക്സ് പ്ലസ് വൈ ചെയ്യുക. കെ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന എലമെന്റ് ഈ ഡബ്ല്യുവിൽ ഉണ്ടോ എന്ന് നോക്കുക. ഡബ്ല്യുവിൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് അതിന്റെ സബ്സ്പേസ്. ഓക്കെ, അത് സബ്സ്പേസ് ആയിരിക്കും. ക്ലിയർ ആയോ? സബ്സ്പേസ് ക്ലിയർ ആയോ? അപ്പോൾ വി ഒരു വെക്ടർ സ്പേസ് ആണ്, ഡബ്ല്യു അതിന്റെ സബ്സെറ്റ് ആണ്. അതിനെ സബ്സ്പേസ് എന്ന് വിളിക്കണമെങ്കിൽ ഡബ്ല്യു ഈ വിയുടെ വെക്ടർ സ്പേസിന്റെ ആ 10 കണ്ടീഷൻ ഡബ്ല്യുവും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഡബ്ല്യുവിനെ എന്ത് വിളിക്കാം? സബ്സ്പേസ് എന്ന് വിളിക്കാം. ഇനി പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് എന്താ? ഇപ്പൊ ഡബ്ല്യു സബ്സ്പേസ് ആണെന്ന് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാ? രണ്ട് എലമെന്റ് എടുക്കുക, ഡബ്ല്യൂലെ രണ്ട് എലമെന്റ് എടുക്കുക, എക്സും വൈയും. ഒരു സ്കേലാർ എടുക്കുക, കെ എടുക്കുക. ദെൻ കെ എക്സ് പ്ലസ് വൈ ചെയ്യുക. കെ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, കിട്ടുന്ന ആ എലമെന്റ് ഏതിനകത്തുണ്ടായിരിക്കണം? ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? സബ്സ്പേസ് ആണെന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു.